മഴതോറും മുൻപേ സീരിയലിൽ ഇനി വരാനിരിക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡ് റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അലീന നെടുമ്പുരയ്ക്കൽ വീട്ടിലായപ്പോഴൊക്കെ ആദ്യമൊക്കെ ദേഷ്യം തോന്നിയ ആളായിരുന്നു ബബിത. അലീനയോട് ഒട്ടും തന്നെ തൻ്റെ ഉള്ളിലെ സ്നേഹമൊന്നും പുറത്തു കാണിക്കാതെ വളരെ ദേഷ്യത്തിലും മറ്റുമായിരുന്നു ബബിത പെരുമാറിയിരുന്നത്. തൻ്റെ കാമുകനെ വീട്ടിൽ കൊണ്ടുവന്നപ്പോഴൊക്കെ അലീന തൻ്റെ കാമുകനോടൊക്കെ വളരെ ചൂടായി സംസാരിച്ചതൊന്നും തീരെ ഇഷ്ടപ്പെടാത്ത ബബിത അതുകൊണ്ട് തന്നെ അലീനയെ ഒരു ശത്രുവിനെ പോലെയാണ് കണ്ടിരുന്നത്. അലീന ഒരുപാട് തവണ വാൺ ചെയ്തെങ്കിലും ഇവനുമായുള്ളൊരു കൂട്ടുകെട്ട് നിന്റെ നാശത്തിലേക്ക് കൊണ്ടുപോകൂ എന്നും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടും ബബിത അതിനൊന്നും ചെവിട് കൊണ്ടിട്ടില്ല. ബബിത തൻ്റെ കാമുകനെ വിശ്വസിച്ച് പിന്നീടും കാമുകനെ വീട്ടിൽ വിളിച്ചു വരുത്തുകയും കറങ്ങാൻ പോവുകയും മറ്റു പല കാര്യങ്ങളും ചെയ്തിരുന്നു. പിന്നീട് പയ്യെ ആയിരുന്നു അലീനയോട് ബബിത സ്നേഹം കാണിച്ചു തുടങ്ങിയത്. ബബിതയ്ക്ക് അലീനയെ മനസ്സിലാക്കാൻ ശ്രമിച്ചതും അലീനയെ മനസ്സിലാക്കിയ ബബിത പിന്നീട് തൻ്റെ സ്വന്തം ചേച്ചിയെ പോലെ കണ്ടു പെരുമാറാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ തൻ്റെ കാമുകനെ കുറച്ച് നാൾ തൻ്റെ മനസ്സിൽ നിന്നും മാറ്റിവെച്ചിരുന്നു. അലീനയെ മാത്രം നോക്കിക്കൊണ്ട് അലീന ചേച്ചിയെ പോലെ കണ്ടുകൊണ്ട് അലീന പറയുന്ന കാര്യങ്ങളെല്ലാം കേട്ട് നല്ലൊരു അനിയത്തിക്കുട്ടിയായിട്ടായിരുന്നു നെടുമ്പുരയ്ക്കൽ വീട്ടിൽ അലീനയുള്ള കാലങ്ങളിൽ ബബിത പെരുമാറിയിരുന്നത്. ദിവസങ്ങൾ കഴിഞ്ഞു. അലീന നെടുമ്പുരയ്ക്കലിൽ നിന്നും വീട്ടിലോട്ട് മാറി. നെടുമ്പുരയ്ക്കൽ വീട്ടിൽ നിന്നും തൻ്റെ സ്റ്റാൻലി ജോസഫിൻ്റെ വീട്ടിലോട്ട് മാറിയ അലീനയെ പിന്നീട് ബബിതയ്ക്ക് ആ ഒരു വേദന മാറി ഇപ്പോൾ തൻ്റെ കാമുകനോടുള്ള സ്നേഹം വീണ്ടും പുറത്തേക്ക് വന്നു. അതുകൊണ്ട് തന്നെ കുറച്ചു നാളും മിണ്ടാതിരുന്നത് കൊണ്ട് തന്നെ തൻ്റെ കാമുകനുമായി ഒരു വിളിയും കോണ്ടാക്റ്റും ഒന്നും ബബിതയ്ക്ക് ഉണ്ടായിരുന്നില്ല. അങ്ങനെയിരിക്കെ ഒരു ദിവസം ബബിതയുടെ ആ കാമുകനുമായി കോണ്ടാക്റ്റൊക്കെ പുതുക്കുവാൻ വേണ്ടി ബബിത ആളെ വിളിക്കുന്നുണ്ട്. എന്നാൽ പക്ഷേ അവിടെ നിന്നും ഒരു മറുപടിയും ബബിതയ്ക്ക് കിട്ടിയിരുന്നില്ല. താൻ ഫോൺ വിളിച്ചപ്പോൾ അവിടെ കോൾ കട്ട് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ബബിതയ്ക്ക് വല്ലാതെ വിഷമമാവുന്നുണ്ട്. കാരണം താൻ കുറച്ച് നാൾ അവനുമായി കോണ്ടാക്റ്റ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് അവന് വല്ല ദേഷ്യമാണോ എന്നോട്, അതുകൊണ്ടായിരിക്കുമോ ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തത് എന്നൊക്കെയായിരുന്നു ബബിത ചിന്തിച്ചത്. അങ്ങനെ ബബിത ആളുടെ വാട്സപ്പിലോട്ട് മെസ്സേജ് അയക്കുന്നുണ്ട്. അലീന ചേച്ചി വീട്ടിലുള്ളത് കൊണ്ടാണ് ഞാൻ മെസ്സേജും കോണ്ടാക്റ്റും ഒന്നും ഉണ്ടാവാതിരുന്നത്. എനിക്ക് നിന്നെ കാണണമെന്നുണ്ട്, സംസാരിക്കണമെന്നുണ്ട്. നീ ഒന്ന് എൻ്റെ ഫോണിലോട്ട് വിളിക്ക്, അല്ലെങ്കിൽ നമുക്ക് പുറത്ത് വെച്ച് വല്ലയിടത്തൊന്ന് നമുക്ക് ചെന്ന് കാണാമെന്നൊക്കെ ബബിത ആൾക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. എങ്കിലും തനച്ച മെസ്സേജ് പോലും കാണാൻ തയ്യാറാകുന്നില്ല എന്നതായിരുന്നു സത്യം. അതുകൊണ്ട് തന്നെ അയാൾ ഓൺലൈനിലുണ്ടെങ്കിൽ പോലും തൻ്റെ മെസ്സേജുകളൊന്നും നോക്കുന്നില്ല. വിഷമത്തിൽ ബബിത വല്ലാതെ അപ്സെറ്റ് ആവുന്നുണ്ട്. തൻ്റെ മൊബൈൽ ഫോൺ കട്ടിലിലോട്ട് തന്നെ വലിച്ചെറിയുന്നു. അവിടെ ഇരിക്കുന്ന ബുക്കുകളെല്ലാം തന്നെ വലിച്ചെറിയുന്നു. അതുപോലെയൊക്കെയുള്ള വല്ലാത്തൊരവസ്ഥയിലൂടെയായിരുന്നു ബബിത. പയ്യെ പിറ്റേ ദിവസം ബബിത എന്തോ ഒരു കാര്യത്തിന് പുറത്ത് കറങ്ങാൻ പോവുകയായിരുന്നു. ആ സമയത്തായിരുന്നു അടുത്തുള്ള ഒരു കടയിൽ തൻ്റെ കാമുകനെയും മറ്റൊരു പെൺകുട്ടിയെയും കാണുന്നത്. ഒരു നിമിഷം ബബിത വല്ലാതെ ആവുകയാണ്. കാരണം താൻ സ്നേഹിച്ചിരുന്ന ഇവൻ ഇത്രയും ദുഷ്ടനായിരുന്നു എന്നായിരുന്നു ബബിത ചിന്തിച്ചത്. ബബിത ഓടിച്ചിരുന്ന സ്കൂട്ടർ ആ കടയ്ക്ക് നേരെ നിർത്തിവെച്ച് തൻ്റെ കയ്യിലിരുന്ന ഫോൺ എടുത്ത് ആ കാമുകനെ ബബിത വിളിക്കുന്നുണ്ടായിരുന്നു. ബെല്ലടിക്കുന്നുണ്ടെങ്കിലും കോള് അവിടെ കട്ട് ചെയ്യുകയാണ് ചെയ്തത്. എന്നാൽ അയാളൊപ്പം ഒരു പെണ്ണും ഉണ്ടായിരുന്നുവെന്നും ആ പെണ്ണിനായിട്ട് കറങ്ങി നടക്കുന്നതും ബബിത കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. തന്നെ അവൻ പൂർണ്ണമായും ചതിച്ചെന്ന് മനസ്സിലാക്കി ഒന്നും മിണ്ടാതെ തന്നെ ബബിത വീട്ടിലോട്ട് ചെല്ലുന്നുണ്ട്. വീട്ടിൽ ചെന്ന് താനിട്ടിരുന്ന ഡ്രസ്സ് പോലും മാറ്റാതെ എന്തോ ഒരു പ്രാന്തായ അവസ്ഥയിലൂടെയായിരുന്നു ബബിത കുറച്ചു നേരം. അവിടെ മൊത്തം അലങ്കോലമാക്കി തൻ്റെ റൂമെല്ലാം മൊത്തത്തിൽ വൃത്തികേടാക്കിക്കൊണ്ട് ബബിത തൻ്റെ ഉള്ളിലെ ആ എല്ലാ വിഷമവും പൊട്ടിത്തെറിച്ചു.
ആ സമയത്തുണ്ടായിരുന്ന ബബിതയ്ക്ക് പോലും പിടിച്ചാൽ കിട്ടാത്ത ഒരവസ്ഥയിലൂടെയായിരുന്നു ആ സമയങ്ങൾ കടന്നുപോയത്. താൻ ഇനി ജീവിച്ചിരിക്കില്ല. അവൻ എന്നെ ഇത്രയ്ക്കും ചതിച്ചു. കാരണം അവന് മേലെ അത്രയ്ക്കും വിശ്വാസം ഞാൻ കൊടുത്തത് കൊണ്ടല്ലേ അവൻ പറയുന്നിടത്തെല്ലാം ഞാൻ ചെന്നത്. അത്രയ്ക്കും സ്നേഹമായതുകൊണ്ടല്ലേ അവൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ കേട്ടത്. പക്ഷേ അവൻ എന്നെ ഇത്രയ്ക്കും വില മാത്രമേ അവൻ എനിക്ക് തന്നിട്ടുള്ളൂ. എന്നോട് എൻ്റെ ചേട്ടന്മാരും അലീന ചേച്ചി പോലും എന്നോട് പറഞ്ഞതാണ് ഇവനെ വിശ്വസിക്കരുതെന്ന്. എന്നിട്ട് പോലും അവരുടെ വാക്കൊന്നും കേൾക്കാതെ ഞാൻ എൻ്റെ പ്രിയതമനെ സ്നേഹിച്ചിട്ടേ ഉള്ളൂ. അവനെ ഞാൻ എന്നോട് ചേർത്ത് പിടിച്ച് നടന്നിട്ടേ ഉള്ളൂ. എന്നിട്ടും അവൻ എന്നെ ഇത്രമാത്രം വെറുക്കണമെങ്കിലും അവൻ എന്നോട് ഒരു ഇഷ്ടവുമില്ല എന്നല്ല അർത്ഥം. കുറച്ച് ദിവസം ഒരു കോണ്ടാക്റ്റ് ഇല്ലാണ്ടായപ്പോൾ എന്നെ മറന്നെങ്കിൽ അവൻ്റെ മനസ്സിൽ ഞാൻ ഒരിടവും ഉണ്ടായിട്ടില്ല എന്ന് എനിക്കിപ്പോൾ ബോധ്യമാവുന്നുണ്ട്. അല്ലെങ്കിൽ കുറച്ച് ദിവസം കോണ്ടാക്റ്റ് ഇല്ല എന്ന് പറഞ്ഞ് മറ്റൊരു പെണ്ണിനുമായി ഇങ്ങനെ കറങ്ങി നടക്കോ? അതുമാത്രമല്ല, ഞാൻ വിളിച്ചിട്ട് ഫോൺ പോലെ എടുക്കുന്നില്ല അവനപ്പോൾ അവരെല്ലാവരും പറഞ്ഞതുപോലെ തന്നെ എന്നെ അവൻ്റെ ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചു, അത്ര തന്നെ. ഞാനെന്ന പെണ്ണ് ഇനി എന്തിനാണ് ജീവിച്ചിരിക്കുന്നത്? എനിക്കിനി ഈ ലോകത്ത് ജീവിക്കേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരയുന്നുണ്ട് ബബിത. കുറച്ചു നേരം അലറിക്കരഞ്ഞുകൊണ്ട് ബബിത അവിടെ ഇരിക്കുമ്പോഴായിരുന്നു കൃഷ്ണമോള് ക്ലാസ് കഴിഞ്ഞ് വന്നത്. വാതില് തുറന്ന് അകത്തേക്ക് ചെല്ലുന്ന കൃഷ്ണമോള് ബബിതയുടെ റൂം തുറക്കുമ്പോൾ വല്ലാതെ അതിശയിച്ചു പോവുകയാണ്. കാരണം എല്ലാം വലിച്ചു വാരിയിട്ടേക്കുന്നു. അവിടെയുണ്ടായിരുന്ന ബുക്കുകളെല്ലാം നിലത്ത് ചിതറിക്കിടക്കുന്നു. അലമാരയുടെ ഗ്ലാസ് ആണെങ്കിലോ അവിടെ ഉണ്ടായിരുന്ന ഫ്ലവർ വേഴ്സ് എടുത്ത് വലിച്ചെറിഞ്ഞ് പൊട്ടിച്ചേക്കുന്നു. മൊത്തത്തിൽ തലകുത്തി വെച്ചതുപോലെയായിരുന്നു ആ റൂമിൻ്റെ കോലം. എന്തോ ഒരു പ്രശ്നം ബബിത ചേച്ചിക്ക് ഉണ്ടെന്ന് മനസ്സിലാക്കിയ കൃഷ്ണമോള് ഉടനെ തന്നെ ബബിതയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. ചേച്ചിക്ക് എന്തു പറ്റി? എന്താ ഇങ്ങനെയൊക്കെ കാണിച്ചിട്ടേക്കുന്ന റൂം? ചേച്ചിക്ക് എന്താ പ്രശ്നം എന്ന് കൃഷ്ണമോള് ബബിതയോട് ചോദിക്കുന്നുണ്ട്. ബബിതയ്ക്കാണെങ്കിൽ അന്നേരത്ത് തന്നെ പിടിച്ചാൽ കിട്ടാത്ത ഒരു സമയമായിരുന്നു. അതുകൊണ്ട് തന്നെ ബബിത കൃഷ്ണമോളെ തട്ടി മാറ്റുന്നുണ്ട്. നീ എൻ്റെ അടുത്തേക്ക് വന്നു പോവരുത്, ഈ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോയെന്നൊക്കെ ഉച്ചത്തിൽ വിളിച്ച് പറയുന്നുണ്ട്. അപ്പോൾ കൃഷ്ണമോൾക്ക് വല്ലാതെ പേടിയാവുകയാണ്. കാരണം ഒരു വല്ലാത്ത മാനസികാവസ്ഥയിലായിരുന്നു ആ സമയത്ത് ബബിത. ചേച്ചി, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ എന്നോടൊന്ന് തുറന്ന് പറയ്. ചേച്ചി എന്തിനാ ഇങ്ങനെയൊക്കെ പെരുമാറുന്നു എന്നോട്? എനിക്കിതൊക്കെ കണ്ടിട്ട് പേടിയാവുന്നു എന്ന് കൃഷ്ണമോള് വീണ്ടും ബബിതയോട് പറഞ്ഞ് അടുത്തേക്ക് ചെല്ലുന്നുണ്ടെങ്കിലും ബബിത കൃഷ്ണമോളോട് ഒന്നും തന്നെ സംസാരിക്കാൻ തയ്യാറാകുന്നില്ല. കൃഷ്ണമോൾക്ക് എന്ത് ചെയ്യണമെന്നറിയാത്ത ഒരേ നിൽപ്പായിരുന്നു. കാരണം ആ വീട്ടിൽ അമ്മയും അച്ഛനും ഒന്നും ഉണ്ടായിരുന്നില്ല. ചേട്ടനാണെങ്കിൽ കോളേജിൽ പോയി വന്നിട്ടുമില്ല. ഒറ്റപ്പെട്ട അവസ്ഥയിൽ എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിച്ചിരിക്കുകയായിരുന്നു കൃഷ്ണമോള്. ഉടനെ തന്നെ അച്ഛനെ വിളിക്കാമെന്ന് വിചാരിച്ച് കൃഷ്ണമോളുടെ ഫോൺ എടുക്കുന്നുണ്ടെങ്കിലും ഒരു നിമിഷം ആലോചിച്ചു. കാരണം എന്താണ് പ്രശ്നമെന്നറിയില്ലല്ലോ. അതുകൊണ്ട് അച്ഛനാണെങ്കിൽ ഇനിയൊരു വിഷമം താങ്ങാനുള്ള മനക്കെട്ടിയില്ല. അതുകൊണ്ട് അച്ഛനെ വിളിച്ച് വെറുതെ വിഷമിപ്പിക്കേണ്ട എന്ന് വിചാരിച്ചുകൊണ്ട് അമ്മയെ വിളിക്കാമെന്ന് കരുതുന്നുണ്ട്. എന്നാലോ അമ്മയുടെ സ്വഭാവം ഒരു പൊട്ടിത്തെറിക്കുന്ന സ്വഭാവമായതുകൊണ്ട് തന്നെ അമ്മയുമായുള്ള കോണ്ടാക്റ്റൊക്കെ വളരെ കുറവാണ് കൃഷ്ണമോള്. ചേട്ടനാണെങ്കിൽ കോളേജിൽ പോയി വന്നിട്ടുമില്ല. എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു നിമിഷം നിന്ന കൃഷ്ണമോള് മനസ്സിലൊരു ബുദ്ധി തോന്നുകയാണ്. കാരണം അലീനയെ വിളിച്ച് കാര്യങ്ങൾ അറിയിക്കാം. അലീന ചേച്ചി പറഞ്ഞു കഴിഞ്ഞാൽ ബബിത ചേച്ചി അനുസരിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അലീന ചേച്ചിയെ അത്രയ്ക്കും കാര്യമാണ് ബബിത ചേച്ചിക്ക്. അതുകൊണ്ട് അലീന ചേച്ചിയെ വിളിച്ച് എല്ലാ കാര്യങ്ങളും അറിയിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് കൃഷ്ണമോള് അലീനയുടെ ഫോണിലോട്ട് വിളിക്കുന്നുണ്ട്. കൃഷ്ണമോളുടെ കോള് കാണുമ്പോൾ അലീന ഫോൺ എടുക്കുന്നുണ്ട്. പെട്ടെന്ന് അലീനയെ ചേച്ചി ഇവിടെ ഒരു പ്രശ്നമുണ്ടെന്നൊക്കെ പറയുന്ന കൃഷ്ണമോളുടെ സംസാരമൊക്കെ കേൾക്കുമ്പോൾ അലീനക്ക് വല്ലായ്മ പോലെ തോന്നുന്നു. കാരണം എന്തു പറ്റിയെന്നറിയാതെ പെട്ടെന്ന് കൃഷ്ണമോള് കരയുന്നതൊക്കെ കേൾക്കുമ്പോൾ പെട്ടെന്ന് ടെൻഷൻ ആവുന്നുണ്ട് അലീന. അപ്പം അലീന ചോദിക്കുന്നുണ്ട്,
എന്താ മോളെ പ്രശ്നം? കാര്യം പറ എന്നോട്. നീ എന്താ ഇങ്ങനെ കരയുന്നത്? എന്തു പറ്റി? അവിടെ അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? കൃഷ്ണമോളപ്പോൾ വീണ്ടും കരഞ്ഞുകൊണ്ട് അലീന ചേച്ചിയോട് പറയുന്നുണ്ട്, ചേച്ചി എനിക്കൊന്നും അറിയില്ല, ഞാനിപ്പോൾ ക്ലാസ് വിട്ട് വന്നതേ ഉള്ളൂ. വീട്ടിലെത്തിയപ്പോൾ ബബിത ചേച്ചിയെ കാണുമ്പോൾ എനിക്ക് പേടിയാവാ. കാരണം റൂമാകെ മൊത്തം വലിച്ച് വാരിട്ടേക്കാം, മേശമേലുണ്ടായിരുന്ന ബുക്കും സാധനങ്ങളെല്ലാം പരത്തിയിട്ടേക്കാം, എല്ലാം താഴെ പൊട്ടിച്ച് എറിഞ്ഞേക്കാം, എല്ലാ ഗ്ലാസും കാര്യങ്ങളൊക്കെ. ബബിതേച്ചിയാണെങ്കിൽ മൊത്തം മുടിയൊക്കെ അഴിച്ചിട്ട് എന്തോ ഒരു പ്രാന്തത്തികളെ പോലെയൊക്കെയാണ് പെരുമാറുന്നത്. ഞാൻ എന്താണെന്ന് ചോദിച്ച് അടുത്ത് ചെല്ലുമ്പോഴൊക്കെ എന്നെ ഉന്തിത്തള്ളി വിടാം. എന്ത് ചെയ്യണമെന്നറിയാതെ ഞാൻ ടെൻഷൻ അടിച്ചിരിക്കുക അലീന ചേച്ചി. ഇവിടെയാണെങ്കിൽ ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. ഞാൻ എന്ത് ചെയ്യുമെന്ന് ടെൻഷൻ അടിച്ച ഞാൻ അലീന ചേച്ചിയെ വിളിച്ചത്. ഞാൻ എന്ത് ചെയ്യണം എന്ന് കൃഷ്ണമോള് അലീനയോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അലീന കൃഷ്ണമോളെ സമാധാനിപ്പിക്കുന്നുണ്ട്. മോളെ നീ ടെൻഷൻ അടിക്കാതിരിക്കുക, ഞാനിപ്പോൾ എന്ത് ചെയ്യാനാ? കാരണം പെട്ടെന്ന് എത്താവുന്ന ദൂരമൊന്നുമല്ലല്ലോ അങ്ങോട്ടേക്ക്, എനിക്ക് അങ്ങോട്ടേക്ക് വരാനും പറ്റില്ലല്ലോ ഇനി. അതുകൊണ്ട് ഞാനിപ്പോൾ എന്ത് ചെയ്യാനാ എന്ന് പറഞ്ഞ് അലീനയ്ക്കപ്പോൾ മനസ്സിൽ തോന്നി മനുവേട്ടനെ വിളിച്ച് വിവരങ്ങൾ പറയാം. മനുവേട്ടൻ ചെന്ന് ബബിതയെ കണ്ടുകൊള്ളും, കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞുകൊള്ളും എന്ന് മനസ്സിൽ കണ്ട അലീന കൃഷ്ണമോളോട് പറയുന്നുണ്ട്, മോളെ നീ വിഷമിക്കാതിരിക്കും, ഞാനെന്തായാലും മനുവേട്ടനെ വിളിച്ച് വിവരങ്ങൾ പറയാം. മനുവേട്ടൻ വന്ന് ബബിതയുമായി സംസാരിച്ചോളും. നീ ടെൻഷനൊന്നും അടിക്കേണ്ട കേട്ടോ. നീ അവളുടെ അടുത്തേക്ക് പോയില്ലെങ്കിലും അവളുടെ അരികത്ത് തന്നെ എപ്പോഴും ഉണ്ടാവണം എന്ന് അലീന കൃഷ്ണമോളോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. കൃഷ്ണമോളുടെ കോള് കട്ട് ചെയ്തതിന് ശേഷം അലീന ഉടനെ തന്നെ മനുവിൻ്റെ ഫോണിലോട്ട് വിളിക്കുന്നുണ്ട്. മനു ഫോൺ എടുത്ത് ചോദിക്കുന്നുണ്ട്, അലീനെ എന്ത് പറ്റി പറ എന്ന് ചോദിക്കുമ്പോൾ അലീന വളരെ വെപ്രാളത്തിലായിരുന്നു പറഞ്ഞത്, മനുവേട്ട എന്നെ ഇപ്പോൾ തന്നെ കൃഷ്ണമോള് വിളിച്ചിരുന്നു, അവിടെ നെടുമുറിക്കൽ വീട്ടിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ മനു വിചാരിക്കുന്നത് ബാലചന്ദ്രനും വൈജയും തമ്മിലുള്ള എന്തെങ്കിലും പ്രശ്നമായിരിക്കുമോ എന്നായിരുന്നു. അപ്പോൾ മനു ചോദിക്കുന്നുണ്ട്, അലീനെ അവിടെ വൈജാൻ്റെയും അങ്കിളും കൂടിയാണോ തല്ലൊടിക്കുന്നത്? അതാണോ വലിയ പ്രശ്നം? അതൊന്നുമല്ല മനുവേട്ട, അവിടെ ബബിതയ്ക്ക് എന്തോ പ്രശ്നം പറ്റിയിട്ടുണ്ട്. കൃഷ്ണമോള് വിളിച്ച് അതാ എന്നോട് പറഞ്ഞത്, ബബിതേച്ചിയുടെ റൂമൊക്കെ ആകെ വലിച്ചു വാരിട്ടേക്കുന്നു എന്നും എന്തോ ഭ്രാന്ത് പിടിച്ച ഒരവസ്ഥയിലാണ് ചേച്ചി അവിടെ നിൽക്കുന്നതെന്നും. കൃഷ്ണമോള് ചെന്ന് എന്താണെന്ന് ചോദിച്ചിട്ടൊന്നും ബബിത ഒന്നും മിണ്ടുന്നില്ല, വല്ലാതെ ദേഷ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ആ വീട്ടിൽ വേറെ ആരുമില്ല ഇപ്പോൾ, അവൾ പേടിച്ചിട്ട് ഇപ്പം എന്നെ വിളിച്ചത്. എനിക്കിപ്പോൾ ഒന്നും ചെയ്യാൻ തരമില്ലല്ലോ, കാരണം അങ്ങോട്ടേക്ക് പോവാനും പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. മനുവേട്ടൻ ഒന്ന് വേഗം അവരുടെ അടുത്തേക്കൊന്ന് ചെന്ന് ബബിതയോട് ചോദിച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് അറിയണേ എന്ന് അലീന മനുവിനോട് പറയുന്നുണ്ട്. മനു ഉടനെ തന്നെ ഞാൻ പൊക്കോളാം അലീന, നീ വിഷമിക്കേണ്ട, ടെൻഷൻ അടിക്കേണ്ട എന്ന് പറഞ്ഞ് തൻ്റെ കാറെടുത്ത് നെടുമുറിക്കൽ വീട്ടിലോട്ട് പോകുന്നുണ്ട്. അവിടെ ചെന്ന് വേഗം തന്നെ ചെന്നപ്പോൾ വീടിൻ്റെ വരാന്തയിലായി കൃഷ്ണമോള് ഇരിക്കുന്നുണ്ടായിരുന്നു. കാരണം ഉള്ളിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ ബബിതേച്ചി ചൂടാവുന്നത് കൊണ്ട് തന്നെ കൃഷ്ണമോള് അരികത്തേക്കൊന്നും ചെല്ലാൻ നിന്നില്ല. നേരെ തിരിച്ച് മനു വരുമെന്ന് അലീന പറഞ്ഞതുകൊണ്ട് തന്നെ വീട്ടിൻ്റെ മുറ്റത്തായി കാത്തു നിൽക്കുകയായിരുന്നു കൃഷ്ണമോള്. മനുവിനെ കണ്ടപ്പോൾ തന്നെ കൃഷ്ണമോള് ഓടിച്ചെന്ന് മനുവേട്ടനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട്, മനുവേട്ടൻ എനിക്ക് പേടിയാവുന്നു, ചേച്ചിയുടെ സ്വഭാവമൊക്കെ കണ്ടിട്ട് എന്തോ പ്രശ്നം ചേച്ചിക്ക് പറ്റിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു കൃഷ്ണമോള് മനുവേട്ടനെ കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട്. മനു അപ്പോൾ കൃഷ്ണമോളെ സമാധാനിപ്പിക്കുന്നുണ്ട്. മോളെ നീ ടെൻഷനൊന്നും അടിക്കണ്ട, അവൾക്കൊന്നും ഉണ്ടാവില്ല, ഞാൻ ചോദിച്ചറിയാമെന്ന് പറഞ്ഞ് കൃഷ്ണമോളുമായി ബബിതയുടെ റൂമിലോട്ട് മനു ചെല്ലുന്നുണ്ട്. റൂമിലേക്ക് എത്തിയപ്പോൾ മനുവും പെട്ടെന്ന് ബബിതയുടെ റൂമൊക്കെ കാണുമ്പോൾ പെട്ടെന്ന് ഞെട്ടുന്നുണ്ട്. കാരണം കൃഷ്ണമോൾ പറഞ്ഞതുപോലെ മൊത്തത്തിൽ എല്ലാം വലിച്ചു വാരിട്ടേക്കുന്നതാണ് മനു കാണുന്നത്. എന്താണെന്നറിയാനായി ബബിതയുടെ അടുത്തേക്ക് മനു ചെല്ലുന്നുണ്ട്. മനുവേട്ടനെ കണ്ടതും മുഖത്തേക്ക് പോലും നോക്കാതെ ഒറ്റ ഇരിപ്പ് തന്നെയായിരുന്നു ബബിത കട്ടിലിൽ. അരികത്ത് ചെന്ന് മനു ബബിതയോട് ചോദിക്കുന്നുണ്ട്, മോളെ നിനക്ക് എന്തു പറ്റി? നീ എന്നോട് പറ, നിനക്ക് എന്താ പ്രശ്നം, എന്നോട് തുറന്ന് പറയുന്നു പറഞ്ഞപ്പോൾ ബബിത പറയുന്നുണ്ട്, ഞാൻ ജീവിച്ചിരിക്കില്ല മനുവേട്ട, അവൻ എന്നെ ചതിച്ചു, ഇനി ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല, എനിക്ക് മരിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ്
വീണ്ടും അലർച്ചയോടെ ഉച്ചത്തിൽ കരയുകയായിരുന്നു ബബിത. ബബിത, നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? നിനക്ക് എന്തു പറ്റി മോളെ? നീ എന്നോട് കാര്യം എന്താണെന്ന് വെച്ചാൽ തുറന്നു പറയേ. നിനക്ക് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ പറയേ. മരിക്കാൻ പോകുന്നു എന്നൊക്കെ നീ പറയാൻ മാത്രം നിനക്ക് എന്താ സംഭവിച്ചത്? ഇവിടെ കൃഷ്ണമോള് തന്നെ പേടിച്ചിരിക്കുന്നത് നീ കാണുന്നില്ലേ ബബിതേ? നീ എന്നോട് പറ, നിനക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഞങ്ങളൊക്കെ ഇല്ലേ നിന്റെ കൂടെ, നീ എന്താണെന്ന് വെച്ചാൽ തുറന്ന് പറയുന്ന മനു ബബിതയോട് പറയുന്നുണ്ട്. മനുവേട്ടനെ അറിയാവുന്നതല്ലേ, അവനെ ഞാൻ ഒരുപാട് സ്നേഹിച്ചിരുന്നുവെന്ന്. നിങ്ങളെല്ലാവരും പറഞ്ഞത് എന്നോട് അവൻ നിന്നെ ചതിക്കും, അവനായിട്ട് ഇനി ഒരു കോണ്ടാക്റ്റും പാടില്ല എന്നൊക്കെ ഒരുപാട് വാൺ ചെയ്തതാ. പക്ഷേ അന്നൊന്നും ഞാനിതൊന്നും കേട്ടില്ല. അവന് അത്രയ്ക്ക് എനിക്ക് വിശ്വാസമായിരുന്നു, സ്നേഹമായിരുന്നു. പക്ഷേ അവൻ എന്നോട് ഇതൊന്നുമില്ലായിരുന്നു. അവൻ്റെ ടൈം പാസിന് വേണ്ടി എന്നെ സ്നേഹിച്ചതാ. പക്ഷേ ഞാൻ അങ്ങനെ ഒന്നും ആയിരുന്നില്ല. ഞാൻ അത്രമേൽ അവനെ സ്നേഹിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ വിളിക്കുന്ന സ്ഥലത്തൊക്കെ ഞാൻ ചെന്നിട്ടുണ്ട്, പല സമയത്തും. പക്ഷെ അവനിതൊന്നും മനസ്സിലാക്കാതെ അവൻ എന്നെ ചതിച്ചു മനുവേട്ട എന്ന് പറഞ്ഞ് മനുവിൻ്റെ നെഞ്ചോട് ചേർന്ന് കരയുകയായിരുന്നു ബബിത. മനുവിനപ്പോൾ ബബിതയ്ക്ക് എന്താണ് പ്രശ്നമെന്ന് മനസ്സിലായി. അവൻ്റെ ഭാഗത്തുനിന്ന് എന്തോ ഒരു മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ട്. ഞങ്ങളൊക്കെ പറഞ്ഞതുപോലെ തന്നെ അവൾക്ക് നല്ലൊരു തേപ്പ് തന്നെ അവൻ്റെ ഭാഗത്തുനിന്ന് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അവളിങ്ങനെയൊക്കെ പെരുമാറുന്നതെന്ന് മനുവിന് മനസ്സിലായി. അപ്പോൾ മനു പറയുന്നുണ്ട്, നിന്നോട് ഞാനിതൊക്കെ ആദ്യമേ പറഞ്ഞതല്ലേ മോളെ. അവനെ കണ്ടാൽ തന്നെ അറിയില്ലേ അവൻ്റെ പോക്ക് കേസാണെന്ന്. നിന്നോട് എത്ര തവണ ഞാൻ വാൺ ചെയ്തു. ഞങ്ങളെല്ലാവരും അവനെക്കുറിച്ചൊക്കെ അറിഞ്ഞിട്ട് തന്നെയാണ് നിന്നോട് പറഞ്ഞത്. അലീന പോലും നിന്നോട് പറഞ്ഞു തന്നില്ലേ അവനെക്കുറിച്ച്. അവൻ ഈ വീട്ടിൽ വന്നപ്പോഴൊക്കെ ഇനിമേലൊക്കെ അങ്ങനെയൊന്നും ചെയ്യരുതെന്നൊക്കെ എത്ര തവണ അവളും പറഞ്ഞു തന്നു. അന്നൊക്കെ നീ കേൾക്കാൻ തയ്യാറായോ മോളെ? അപ്പോൾ ബബിത കണ്ണ് തുടച്ചുകൊണ്ട് മനുവിൻ്റെ മുഖത്ത് നോക്കി പറയുന്നുണ്ട്, ശരിയാ മനുവേട്ട, നിങ്ങളെല്ലാവരും പറഞ്ഞിട്ട് ഞാനതൊന്നും വിശ്വസിച്ചില്ല. അന്നൊക്കെ നിങ്ങളെല്ലാവരും എൻ്റെ കാല് പിടിച്ച് പറയുന്നത് പോലെയല്ല പറഞ്ഞു തന്നത് അവനൊരു നല്ലൊരുത്തനല്ല എന്ന്. പക്ഷേ ഞാനതൊന്നും കേട്ടില്ല. അന്നും ഞാൻ അവനെ തന്നെയല്ലേ എൻ്റെ മനസ്സിൽ കൊണ്ട് നടന്നത്. എന്നിട്ട് അവൻ എന്നോട് ഇങ്ങനെ പെരുമാറുമെന്ന് ഞാൻ വിചാരിച്ചതേ ഇല്ല. ഇപ്പോൾ നിന്നോട് അവൻ എന്ത് ചെയ്തു എന്നാ പറയുന്നേ? അവനായി കുറച്ച് ദിവസം ഞാൻ കോണ്ടാക്റ്റൊക്കെ കുറവായിരുന്നു. പക്ഷേ അവൻ്റെയോടുള്ള ഇഷ്ടത്തിനൊന്നും ഒരു കുറവും എൻ്റെ ഉള്ളിലുണ്ടായിരുന്നില്ല. ഇപ്പോൾ പക്ഷേ അവനെ വിളിച്ചിട്ടൊന്നും കിട്ടാണ്ടായപ്പോൾ ഇപ്പോഴാണ് ഞാൻ അറിയുന്നത് അവന് മറ്റൊരു പെണ്ണുമായി ഇഷ്ടത്തിലാണെന്നും ഇപ്പം ആ പെണ്ണിനായിട്ടാ അവൻ്റെ കറക്കമൊക്കെ. ഇത് തന്നെയാ ഞാൻ നിന്നോട് പറഞ്ഞതും എന്ന് മനു ബബിതയോട് പറയുന്നുണ്ട്. അവൻ്റെ സ്വഭാവം ഇത് തന്നെയാ. അത്യാവശ്യം പൈസയുള്ള വീട്ടിലത്തെ കുട്ടിയെ പ്രേമിച്ച് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അവൻ്റേതായ എല്ലാ കാര്യങ്ങളും നടക്കും. ഒരുപാട് പൈസയും നീ അവന് കൊടുത്തിട്ടില്ലേ എന്ന് ബബിതയോട് മനു ചോദിക്കുന്നുണ്ട്. നീ ഒരുപാട് പൈസയൊക്കെ കൊടുത്തിട്ടില്ലേ? ശരിയാ, അതും കൊടുത്തിട്ടുണ്ട്. അവനൊരേ കാരണങ്ങളൊക്കെ പറഞ്ഞ് എൻ്റെ കയ്യിൽ നിന്ന് പൈസ ചോദിക്കുമ്പോൾ ഞാൻ അതും കൊടുത്തിട്ടുള്ളത് അവന്. ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അവന് കുറേ പൈസയ്ക്കും കാര്യങ്ങൾക്കൊക്കെയാ പണമുള്ള വീട്ടിലത്തെ പെൺപിള്ളേരെയൊക്കെ ഇങ്ങനെ പ്രേമിച്ച് വളച്ച് തള്ളിക്കളയുന്നത്. ഇപ്പോഴെങ്കിലും നിനക്ക് മനസ്സിലായല്ലോ അവൻ്റെ സ്വഭാവം. ഇനിയെങ്കിലും അവൻ്റെ പുറകെ പോവാതിരിക്കുക. നിനക്ക് പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ പഠിച്ച് നല്ല രീതിയിൽ തന്നെ നടക്ക്. നീ നിൻ്റെ അമ്മയെപ്പോലെ ആവരുതെന്ന് മനു ബബിതയോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ ഈ വീട്ടിലെ ഒരേ പ്രശ്നങ്ങളൊക്കെ നിനക്കറിയാവുന്നതല്ലേ മോളെ? അച്ഛനും അമ്മയും തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ എവിടം വരെയാ ചെന്ന് അവസാനിപ്പിച്ചതെന്ന് നിനക്കറിയാമല്ലോ. ഇപ്പോഴും അവർ തമ്മിൽ കോണ്ടാക്റ്റ് ഒന്നും ഇല്ലല്ലോ. അതൊക്കെ തന്നെയാ പറഞ്ഞത്. ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കി വെക്കുമ്പോൾ അന്നേരം ചിന്തിക്കില്ല, പിന്നീടായിരിക്കും അതിനെക്കുറിച്ചൊക്കെ ആലോചിക്കുക. അപ്പോഴേക്കും എല്ലാം കഴിഞ്ഞു പോയിട്ടുണ്ടാകും. ഇവിടെ അങ്കിളിന് അറ്റാക്ക് വന്നതൊക്കെ ഓർമ്മയുണ്ടല്ലോ. ഇനി നിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലുമൊക്കെ പ്രശ്നം അറിഞ്ഞു കഴിഞ്ഞാൽ ആ അങ്കിള് താങ്ങില്ല. അങ്കിളിൻ്റെ കാര്യം വല്ലാത്ത അവസ്ഥയിലായി പോകും. ഇപ്പോൾ തന്നെ അലീന ഈ വീട്ടിൽ നിന്ന് പോയപ്പോൾ വല്ലാതെ സാഡായിട്ടുണ്ട് ആള്. ഇനിയപ്പോൾ നിന്റെ പ്രശ്നങ്ങൾ ഓരോന്നൊക്കെ കേട്ട് വെറുതെ എന്തിനാ അച്ഛൻ്റെ മനസ്സൊക്കെ വിഷമിപ്പിക്കുന്നേ?
അതിന് പകരം നിങ്ങൾ മൂന്നാൾ നന്നായി പഠിച്ച് നല്ല ജോലിക്കൊക്കെ എത്തുമ്പോൾ അച്ഛന് അമ്മയ്ക്കായാലും വളരെ സന്തോഷമല്ലേ ഉണ്ടാവുക. അതുകൊണ്ട് നീ മറ്റൊരു കാര്യത്തിനും പോവാതെ നിന്റെ കാര്യങ്ങൾ നോക്കി മാത്രം നടക്കുമോളെ എന്ന് മനു ബബിതയോട് ഉപദേശിച്ചു കൊടുക്കുന്നുണ്ട്. നിനക്ക് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എത്രമാത്രം തലയിൽ കയറുമെന്നൊന്നും എനിക്കറിയില്ല. കാരണം ഉപദേശം ഇഷ്ടമല്ലാത്ത കാലമാണല്ലോ ഇത്. പക്ഷേ എങ്കിലും ഞാൻ പറയാം, ഒരു ചേട്ടൻ്റെ സ്ഥാനത്ത് നിന്ന് തന്നെ ഞാൻ പറയുന്നത്. നിനക്ക് ഞങ്ങളോട് വിശ്വാസമുണ്ടെങ്കിൽ ഞങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ നീ കേട്ട് അതുപോലെ നടക്കും. ഇനിയൊരു പ്രശ്നങ്ങളും ഉണ്ടാക്കരുത്. പോയി കൈമോറൊക്കെ കഴുകി റൂമൊക്കെ ശരിക്കും വൃത്തിക്കേട്. നീ അമ്മയെയും അച്ഛനെയും രോഹിത്തിനെയും ഇതൊന്നും അറിയിക്കേണ്ട, അവരെ വിഷമിപ്പിക്കേണ്ട എന്ന് പറഞ്ഞ് ബബിതയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനു പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. നേരെ ചെന്ന് വരാന്തയിൽ കൃഷ്ണമോളോട് മനു പറയുന്നുണ്ട്, ഇനി ഈ കാര്യങ്ങളൊന്നും ആരോടും പറയാൻ നിൽക്കണ്ട. ഇനിയിപ്പോൾ ചേച്ചിയെ ഞാൻ പറഞ്ഞ് സമാധാനിപ്പിച്ചിട്ടുണ്ട്. മോളിനി വിഷമിപ്പിക്കാനൊന്നും നിൽക്കണ്ട. ഇനി എന്തായാലും പഴയതുപോലെ തന്നെ അച്ഛനമ്മയ്ക്ക് വരുമ്പോൾ പഴയതുപോലെ തന്നെ പെരുമാറിയാൽ മതി. ചേച്ചിയുടെ കാര്യങ്ങളൊന്നും അവരോട് പറയാൻ നിൽക്കണ്ട എന്ന് മനു കൃഷ്ണമോളോട് പറയുന്നുണ്ട്. ഇല്ല മനുവേട്ട, ഞാൻ ആരോടും പറയില്ല. പിന്നെ എനിക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ ടെൻഷനായപ്പോഴാണ് ഞാൻ അലീന ചേച്ചിയെ വിളിച്ച് പറഞ്ഞത്. അത് സാരമില്ല, അലീന ചേച്ചിയോട് പറഞ്ഞത് കൊണ്ടാണല്ലോ ഞാൻ അറിഞ്ഞത്. അതുകൊണ്ടല്ലേ എനിക്കിവിടെ വന്ന് അവളെ സമാധാനിപ്പിക്കാൻ പറ്റിയത്. അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നില്ല, അവളുടെ മാനസികാവസ്ഥ വല്ലാതെ തെറ്റിയിരിക്കുകയായിരുന്നു. എന്തു ചെയ്യാൻ മടിക്കാത്തവളല്ലേ. അതുകൊണ്ട് തന്നെ ഈ സമയത്ത് എന്താ ചെയ്യാന്നൊന്നും നമുക്കറിയില്ലല്ലോ. ഇപ്പോൾ അവളെ പറഞ്ഞെല്ലാം മനസ്സിലാക്കിയിട്ടുണ്ട്. എന്നാലും ഒന്ന് മോളെ നീ അവളെ ശ്രദ്ധിക്കണമെന്ന് ഒരു താക്കീതും മനു കൃഷ്ണമോളോട് പറഞ്ഞിട്ടുണ്ട്. മനു അലീനയെയും വിളിച്ച് അവിടുത്തെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. കാരണം വല്ലാത്ത ടെൻഷനിലായിരിക്കും അലീന ഇപ്പോൾ അവിടെ ഇരിക്കുന്നത്. അത് മനസ്സിലാക്കിയ മനു ഉടനെ തന്നെ അലീനയെ വിളിച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പം അലീന ചോദിക്കുന്നുണ്ട്, മനുവേട്ട അവിടെ എന്താ പ്രശ്നമെന്നൊക്കെ ചോദിക്കുമ്പോൾ മനു പറയുന്നുണ്ട്, അത് നമ്മളെല്ലാവരും പറഞ്ഞതുപോലെ തന്നെ അവളെ സ്നേഹിച്ചിരുന്ന ആ കാമുകൻ അവളെ ചതിച്ചു എന്ന ആ പ്രശ്നത്തിൽ അവൾ ഇവിടെ ഇങ്ങനെയൊക്കെ ചെയ്തത്. ഇപ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. മനുവേട്ട അവൾക്ക് വേറെ ഇല്ലല്ലോ എന്ന് അലീന വീണ്ടും വീണ്ടും മനുവിനോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ മനു പറയുന്നുണ്ട്, നീ ടെൻഷൻ അടിക്കേണ്ട അലീന, അവൾക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. ഞാൻ എല്ലാം പറഞ്ഞ് സെറ്റാക്കിയിട്ടാണ് ഞാൻ ഇവിടുന്ന് ഇപ്പോൾ പോകാൻ പോകുന്നതെന്ന്. അപ്പോൾ അലീനക്കും വളരെ സമാധാനമാവുന്നുണ്ട്. ഇനി എന്തായി തീരും ബബിതയുടെ ഭാവി എന്നൊക്കെ വഴിയേ അറിയാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.